നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇതിനു മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ ചോദിക്കാമെന്ന്. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ അതേപോലെ എടുത്ത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു, ഒരു സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റയിൽ കണ്ടവരെല്ലാവരും അതിൻ്റെ അകത്താണ്, ഇൻസ്റ്റയിലാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, നമ്മുടെ യൂട്യൂബിലെ ക്വസ്റ്റ്യൻസും ഇൻസ്റ്റയിലെ ക്വസ്റ്റ്യൻസും എല്ലാം എടുത്ത് ഈ ഒരു ഡയറിയിൽ എഴുതി വെച്ചു. ആൻഡ് പിന്നെ മൊത്തം ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആയതുകൊണ്ട് എല്ലാം നോക്കി വേണ്ടതൊക്കെയാണ് ഞാൻ എഴുതിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതൊക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വീഡിയോസ് ചെയ്യാനുള്ള മോട്ടീവ് എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ എനിക്കൊരു മോട്ടീവും കിട്ടിയിട്ടില്ല. അല്ല, മോട്ടീവ് എന്ന് പറയാൻ എനിക്കങ്ങനെ മോട്ടീവായിട്ട് എനിക്ക് ആരുമില്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് പണ്ട് നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ടിക്ടോക്കും ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഇങ്ങനെ കയറി വന്നപ്പോഴാണ് അത് ബാൻ ചെയ്തത്. അങ്ങനെ ഞാനും അത് ബാൻ ചെയ്തു. പിന്നെ വീഡിയോസ് അങ്ങനെ ഇടാൻ, പിന്നെ സ്കൂള്, ഹൈസ്കൂൾ, അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പോയി. അല്ലാതെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല, അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അതിനെ ഒന്ന് പൊടിതട്ടി എടുത്തത്. അങ്ങനെ അല്ലാതെ ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ ഇന്ന ഒരാളാണ് മോട്ടീവായിരിക്കുന്നത് അങ്ങനെ പറയാനായിട്ട് ആരുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, ഡെയിലി വ്ളോഗ് വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ? ഡെയിലി വ്ളോഗ് വരും. ഞാൻ അങ്ങനെ ഇത് തന്നെ ഞാൻ കുറേ നാളായിട്ട് ഈ ലോങ് വീഡിയോ ചെയ്യണം എന്ന് വെച്ചിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് കുറേ നാളായി. ഞാൻ ഈ പോസ്റ്റ് ചെയ്തതും കുറേ ആഴ്ചകൾക്ക് മുന്നേങ്ങാണ്ട് പോസ്റ്റ് ചെയ്തതാണ്. ഈ Q&A ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അപ്പോൾ ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന രീതിയിൽ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻസ് വന്ന് എഴുതി വെച്ചതാണ്. പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പം ഡെയിലി വ്ളോഗ് അതിനൊരു ആൻസർ പറയാൻ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ അറിയത്തില്ല എങ്ങനെ ആവുമെന്ന്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, പപ്പയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, ഒരു ചേട്ടൻ മാരീഡാണ്, അപ്പോൾ ചേട്ടൻ്റെ വൈഫുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഫാമിലി വീട്ടിലുള്ളത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏജും ബർത്ത്ഡേ ഡേറ്റും. ഏജ് എൻ്റേത് 23 ആണ്, ബർത്ത്ഡേ 24 ഒക്ടോബർ ആണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് വീഡിയോ എഡിറ്റിംഗ് ഞാനാണ്, വീഡിയോ എടുക്കുന്നതും ഞാനാണ്, അതിൽ അഭിനയിക്കുന്നത് ഞാനാണ്, എല്ലാം ഞാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എടുത്തു തരാൻ അങ്ങനെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. എഡിറ്റിംഗ് എന്ന് പറയാൻ അതും വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല, ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫേവറേറ്റ് സീസൺ എന്ന് പറയുമ്പം അത് ഡിസംബറാണ്. ആ ഒരു സമയത്ത് എനിക്ക് നമ്മുടെ ഇവിടെ അധികം തണുപ്പൊന്നും ഇല്ല, പക്ഷെ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു തണുപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ക്രിസ്മസ് ഒക്കെ എനിക്കിഷ്ടം, അപ്പം അതായിരിക്കും ഫേവറേറ്റ് അല്ല, എനിക്കൊരു ഇഷ്ടം അതിന് ഡിസംബറാണ്. ഫേവറേറ്റ് സോങ് എന്നോട് ഇങ്ങനെ ഫേവറേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വലിയ ഫേവറേറ്റ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഫേവറേറ്റ് സോങ് എന്ന് ചോദിച്ചാൽ, ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ 2-3 തവണ കേട്ടത് നമ്മുടെ ചിറാപ്പുഞ്ചിയിലെ ആ പാട്ടാണ് കേട്ടത്. ഇനിയിപ്പോൾ അത് മാറി അടുത്ത പുതിയ പാട്ട് വരുമ്പോൾ അതിലോട്ട് പോകും. അതുകൊണ്ട് എനിക്കങ്ങനെ ഫേവറേറ്റ് ഇത് മാത്രമാണെന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് മൂവി ഏതാണ്? മൂവിയും അതുപോലെ തന്നെ. പിന്നെ എനിക്ക് ഫണ്ണി ആയിട്ടുള്ള മൂവീനെക്കാളും ഇഷ്ടം ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള മൂവീസില്ലേ, ഈ ത്രില്ല് അടിപ്പിച്ച് നെക്സ്റ്റ് എന്താന്നുള്ള രീതിയിലിരിക്കുന്നത്, അങ്ങനത്തെ മൂവീസാണ് ഇഷ്ടം. ഇനി സ്പെസിഫിക് പേര് പറയാനോ അങ്ങനെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാൻ ഇതിന് രണ്ടിനും നടുക്ക് കിടക്കുന്ന ആളാണ്. ഞാൻ ഇൻട്രോവേർട്ട് ആണോന്ന് ചോദിച്ചാൽ അങ്ങനെ മിണ്ടാതിരിക്കത്തൊന്നുമില്ല, ഞാൻ നന്നായിട്ട് മിണ്ടുന്ന ടൈപ്പാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എനിക്കിപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് മിണ്ടുമ്പം പെട്ടെന്നൊന്നും ഞാൻ മിണ്ടത്തില്ല. ഞാൻ അവർ ചോദിക്കുന്നതിന് മാത്രം ഒരു ഉത്തരമൊക്കെ പറയും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ ഓക്കെയാണ്. ഒന്ന് മിണ്ടി തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് മിണ്ടിക്കൊണ്ടിരിക്കും. പക്ഷെ മിണ്ടാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടാണ്. എക്സ്ട്രോവേർട്ടാണോ? അല്ല, ഞാൻ മിണ്ടും, നന്നായിട്ട് തന്നെ മിണ്ടും. അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അതേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് കമൻസിനെ എങ്ങനെ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യുമോ? നെഗറ്റീവ് കമൻസിനെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ അങ്ങനെ വലിയ നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല.
ഇനിയിപ്പോൾ വരുവാണെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യത്തില്ല. വായിക്കും, സംഭവം വായിക്കും. ചിലപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്നെ ഒരാളിങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ അയ്യോ അതെന്നെ അവരങ്ങനെ പറഞ്ഞേ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ, അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന ഒരാളാണ്. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ ഒരു സെക്ഷൻ ആൾക്കാർ എന്തായാലും കാണും. നമ്മൾ പറയല്ലോ ഈ മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞ കളറായിരിക്കുമെന്ന്. അതുപോലെയാണ് ഇവർക്കും. നമ്മൾ എത്ര നല്ലതായിട്ട് ചെയ്താലും അതിലെ ഒരു നെഗറ്റീവ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ നോക്കുന്നത്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇടുന്നവരുടെ അടുത്ത് ഞാൻ എന്തായാലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇട്ടത് ഞാൻ ഒന്ന് വായിച്ചൊക്കെ നോക്കും, ഞാൻ തന്നെ ഒന്ന് വിഷമിക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അത് ചുമ്മാ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. പിന്നെയുള്ള ക്വസ്റ്റ്യനാണ് ഫേവറേറ്റ് സീരീസ്. ഞാൻ അങ്ങനെ സീരീസ് കാണുന്ന ആളൊന്നും അല്ല, പക്ഷേ ഈ കൊറോണ ടൈമിൽ ഇഷ്ടംപോലെ സീരീസ് കണ്ടിട്ടുണ്ട്. അതിൽ ഫേവറേറ്റ് എന്ന് പറയാൻ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതാണ് എൻ്റെ അന്ന് കണ്ടതിൽ ഫേവറേറ്റ്. പിന്നെ ഫേവറേറ്റ് ഫുഡ്, ഞാൻ പറഞ്ഞില്ലേ ഫേവറേറ്റ് ചോദിച്ചാൽ എനിക്കൊന്നുമില്ല. ഫേവറേറ്റ് ഫുഡിൽ വരുമ്പോഴത്തേനും ഫുഡിൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷേ എനിക്ക് സ്പൈസിയാണ് ഏറ്റവും ഇഷ്ടം. സ്വീറ്റിനേക്കാളും ഇഷ്ടം സ്പൈസിയാണ്. സ്പൈസി എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി, ചെരിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് മൂക്കിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ആ ഒരു എരിവില്ലേ, അത്ര എരിവാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് ഇന്ന സാധനമാണ് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. സ്പൈസി ഫുഡാണ് ഇഷ്ടം. എഡിറ്റിംഗ് ആപ്പ് ഏതാണ്? ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റിംഗ് ആപ്പ് ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏതൊക്കെ VN ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫുൾ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ അതാണ് യൂസ് ചെയ്ത് അതാണ് ഇച്ചിരി പരിചയമുള്ളത്, അതുകൊണ്ടായിരിക്കും ഇൻഷോട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ചോദിച്ചത് ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഹെയറിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തൊരു ഇതിട്ടാലും ഒരു കൊച്ചെന്നോട് ഡെയിലി ചോദിക്കുന്നത്. ഇപ്പം ഞാൻ Q&A ഞാൻ ഇൻസ്റ്റയിൽ അല്ലാണ്ട് ഇട്ടാലും, ഇപ്പം ഞാൻ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാലും ഈ ഒരു കൊച്ചെന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോന്ന്. ഇല്ല, ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ടേക്ക് കെയർ ചെയ്യാറേ ഇല്ല എൻ്റെ ഹെയറിന്. ഞാൻ വല്ലപ്പോഴും ഒന്ന് ഷാമ്പു കണ്ടീഷണർ ഇട്ട്, വല്ലപ്പോഴും നല്ല തല കഴുകും, പക്ഷേ ഈ ഷാമ്പു കണ്ടീഷണർ ഇട്ട് ആഴ്ചയിൽ തന്നെ ഞാൻ കഴുകും. എല്ലാ ആഴ്ചയിലും ഒരു തവണ എന്തായാലും ഷാമ്പു കണ്ടീഷണർ ഇട്ട് കഴുകും. അതല്ലാണ്ട് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ ഓയിൽ പോലും ഇടാറില്ല. എൻ്റെ ഈ മുടീൻ്റെ ഇതെന്ന് വെച്ചാൽ സിൽക്കി ആയിട്ട് കിടക്കുന്ന, ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കും. കണ്ടീഷണറും കൂടി ഇട്ടാൽ ഒഴുകി കിടക്കും. അതുകൊണ്ട് എനിക്കിതിനെ കെട്ടി വെക്കുമ്പം ഇതിങ്ങനെ ഊർന്നൂർന്ന് വരുന്ന ഒരു ടൈപ്പാണ് എൻ്റെ മുടി. അതിപ്പോൾ അഴിച്ചിടാനേ കൊള്ളത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. വല്ലപ്പോഴും പോയിട്ടൊന്ന് കട്ട് ചെയ്യും, അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇതൊരു ക്വസ്റ്റ്യനായിട്ടല്ല, എന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചേ. ചേച്ചി, എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാ, വീട്ടിൽ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ പാരഗ്രാഫ്. സംഭവം കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചാൻ തോന്നുന്നു, എന്നെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ടാണ്. ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആൾക്കാർ എന്നാ പറയുന്നു, പിന്നെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. അപ്പം ഏറ്റവും അവസാനം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ സപ്പോർട്ടാണ്, അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും, അതൊക്കെ അവർക്കിഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്കും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതിന് മുന്നേ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആൾക്കാരെന്നാ വിചാരിക്കും, ഞാൻ ചെയ്താൽ അത് ശരിയാവുമോ, ഞാൻ എന്നൊക്കെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഇഷ്ടമാണ്, എനിക്കിങ്ങനെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം വേറെ ആൾക്കാരെന്നാ വിചാരിക്കുമെന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടൊക്കെ നേരത്തെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ DP എല്ലാ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്ന എല്ലാ രീതിയിലും എല്ലാ സാധനമൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. എന്നിട്ട് കുറേ നാളത് ഞാൻ പെൻഡിങ്ങിൽ ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഞാനൊരു മോട്ടിവേഷൻ എന്ന് പറയാം, ഒരാളല്ല, അതിങ്ങനെ ടൈപ്പ് ചെയ്തൊരു റീല്, അതിൽ ഞാനിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് എനിക്കിത് ഓൾറെഡി എനിക്ക് ഈ വീഡിയോസ് ഇടണം എന്നൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടും ഞാൻ ആ വീഡിയോ കണ്ടപ്പം
ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ എൻ്റെ കയ്യിൽ ഇരുന്ന കുറച്ച് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 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 ഇട്ടിട്ടിട്ട് തുടങ്ങി. ഓക്കെ, എനിക്ക് ഇച്ചിരി കൂടി ഈസിയായി. അപ്പോൾ ആദ്യമേ ഈ ഇടുമ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും, ഓ ഞാൻ ഇത് ശരിയാവുമോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ട ഒരു ഷോർട്ടിന്, ഞാൻ പപ്പായുടെ കൂടെ നിൽക്കുന്ന ഒരു റീലാണ് ഇട്ടത്. അത് എനിക്ക് 100K അടിച്ചപ്പം ഞാൻ ഇച്ചിരി കൂടെ ഹാപ്പി, ഇച്ചിരി കൂടെ ഇനി ചെയ്യാം ഒരു ഇതായി. അപ്പം ആദ്യമൊക്കെ ഇട്ടതിനൊക്കെ ആരും കാണത്തില്ലായിരുന്നു. ആദ്യമായിട്ട് റീലൊക്കെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അന്നേരം ഇത് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചെറുതായിട്ട് കയറി വന്നത്. ഇപ്പം ഇച്ചിരി കൂടെ ഒരു എനർജിയായി ഇടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എന്തായാലും, അതിപ്പോൾ നമ്മൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ടൈം അവരിട്ടേക്കുന്ന വീഡിയോസ് താഴെ കാണും. അതൊക്കെ പോയി കണ്ടാൽ നമുക്കൊരു എനർജി വരും. സത്യം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. അന്നേരം അവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോഴും എന്നിട്ട് റീസെൻ്റ് ആയിട്ടിട്ട ഒരു വീഡിയോ കൂടെ കണ്ടാൽ അന്നേരം ഉണ്ടാകുന്നത് കുറേ ചേഞ്ചസ് നമുക്ക് കാണാം, നല്ല രീതിയിൽ കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യുന്നതിന് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പം ഈ പറഞ്ഞവർ തന്നെ നമ്മുടെ അടുത്ത് വരും, കൊള്ളാന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നിർത്താം. ഞാൻ ഏതാണ്ടൊക്കെയാണ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ എന്തായാലും എല്ലാത്തിനും ആൻസർ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ ഉടനെ കാണും, ചിലപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ്. ഉടനെ ഒരു ലോങ് വീഡിയോ കൂടി ഇടാം. എനിക്ക് ലോങ് വീഡിയോ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ 2-3 എണ്ണം കൂടി ഇടണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഭയങ്കര മടിയാണ് ലോങ് വീഡിയോ ഇടാൻ. ഷോർട്ട് വീഡിയോ ഒക്കെ എളുപ്പത്തിലിടാം, പക്ഷേ ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഒരു മടി പോലെ. പക്ഷേ വരും, ഞാൻ ഇടും. ഓക്കെ, ബൈ.